തുടർച്ചയായി എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു. സത്യത്തിൽ ഒരു ആക്സിഡന്റ് നടന്നു, വളരെ അപ്രതീക്ഷിതമായിട്ട് 10-15 ദിവസത്തിനുള്ളിൽ അടുത്തൊരു ആക്സിഡന്റ് ഉണ്ടായി. അത് വളരെ യാദൃച്ഛികമാണെന്നല്ലാതെ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമാണെന്നുള്ളതല്ലാതെ തുടർച്ചയായിട്ട് അങ്ങനെ ഒരു ഒരുപാട് അപകടങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പശ്ചിമ തീരത്ത് ഉണ്ടാകാറില്ല. ഒന്ന്. രണ്ട്, നമ്മളിങ്ങനെ ഒരു അപകടം പറ്റി. നമ്മളിങ്ങനെ ഒരു അപകടം പറ്റി. അങ്ങനെ പറയേണ്ടി വരുന്നത്. അതെ, അത് തുടർച്ചയായി എന്നുള്ള വാക്കിന് വേണ്ടി ആയില്ലല്ലോ. കാര്യം രണ്ടെണ്ണം വന്നു, രണ്ടാമത് വന്നപ്പോൾ തുടർച്ചയായി. അത്രയും ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖലയല്ല നമ്മുടെ പശ്ചിമ തീരം എന്നാ ഞാൻ പറയാൻ വന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു കപ്പൽ മുങ്ങി അല്ലെങ്കിൽ കപ്പലിന് തീപിടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ കഴിവിനപ്പുറത്തേക്ക് വന്ന സംഭവങ്ങളുണ്ട്. രണ്ട് കാര്യം ഉണ്ടായി. കാര്യകാരണത്തിലൊക്കെ വീണ്ടും വിശദമായി ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നോട്ടിക്കൽ അഡ്വൈസർ വിശദമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്താണ് സംഭവിച്ചിരിക്കുന്നുള്ള റിപ്പോർട്ട് കൊണ്ടുവരും. ആ റിപ്പോർട്ടിനകത്ത് ഹ്യൂമൻ എറർ ആണോ, അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ ഒരു പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഈ കാർഗോയുടെ അടുക്കിലോ ചിട്ടയിലോ ഉൾക്കൊള്ളിച്ച വന്ന പോരായ്മകളാണോ, അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫോഴ്സ് മേജർ ആണോ, അത് അവർ ഫൈൻഡ് ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് സംഭവിച്ച് ആശങ്കപ്പെടുകയും മറ്റുള്ളവരെ ആശങ്കപ്പെടുത്തുകയും അല്ല ചെയ്യേണ്ടത്. പകരം അതിനെ എങ്ങനെ നേരിടാം, എങ്ങനെ അതിന്റെ ഇമ്പാക്റ്റുകൾ മിറ്റിഗേറ്റ് ചെയ്യാം, എല്ലാ തരത്തിലും. അതാണ് എല്ലാ ഗവൺമെന്റിന്റെ ഏജൻസികളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നാൽ തന്നെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, SIR, സെർച്ച് ആൻഡ് റെസ്ക്യൂ. ആദ്യം അതാണ് അവർ ചെയ്തു കഴിഞ്ഞു. 22 ക്രൂ ഉണ്ടായിരുന്നു. 18 പേരെയും രക്ഷപ്പെടുത്തിയ ഒരു മാംഗിൾ കൊണ്ടുപോയി. 4 പേരെ രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമം അവർ നടത്തുന്നു. ഇപ്പോഴും അവർക്കൊരു പൂർണ്ണ വിജയം എത്താൻ കഴിഞ്ഞിട്ടില്ല. ദേ ആർ ട്രൈയിങ് ദെയർ ബെസ്റ്റ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ 8 മണി വരെ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 8 മണി കഴിയുമ്പോൾ ഞാനത് പോവാം. അപ്പോ അത് കഴിഞ്ഞാൽ എന്താണ്, ഈ കപ്പൽ ഇപ്പൊ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന തീ അണയ്ക്കുക എന്നുള്ള അടുത്ത ശ്രമം. അതിന് ഇന്ത്യയിലെ ഏറ്റവും കോമ്പറ്റന്റ് ആയിട്ടുള്ള ഏജൻസി, ഇന്ന് ലഭ്യമായിട്ടുള്ള ഏജൻസിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും. അവരുടെ 4-5 കപ്പലുകളും അതേപോലെ പ്രൊട്ടക്ഷൻ ആൻഡ് ഇമിഗ്രേഷൻ ഇൻഡംനിറ്റി എന്ന് പറയുന്ന ഇൻഷുറൻസ് ക്ലബ് ഉണ്ട്. ഏജൻസികളും സാൽവേജേഴ്സ് എത്തിയിട്ടുണ്ട്. സാൽവേജേഴ്സിനെ നിയമിച്ചു കഴിഞ്ഞു പ്രോട്ടോകോൾ അനുസരിച്ച്. അതായത് നമ്മുടെ ഇപ്പോൾ ഗതാഗതം ഒക്കെ നടക്കുന്നത് പലതരം അന്താരാഷ്ട്ര നിയമങ്ങൾ, ഒരുപാട് അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. IMOയുടെ UN കൺവെൻഷൻ അനുസരിച്ച് അൺക്ലോസ് ഉണ്ട്, സൊളാസ് ഉണ്ട്, SUV, ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമത്തിലെല്ലാം ഇതൊക്കെയാണെന്ന് പ്രോട്ടോകോൾ വ്യക്തമായി നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ തീ അണയ്ക്കുക, അടുത്ത ലക്ഷ്യം അതാണ്. എത്രയും പെട്ടെന്ന് തീ അണയ്ക്കുക. തീ അണച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ടോ ലൈൻ അടിച്ചു കഴിഞ്ഞു, ഒരു ടഗുമായിട്ട് അതിനെ കെട്ടിക്കഴിഞ്ഞു. കാര്യം അത് ഡ്രിഫ്റ്റ് ചെയ്യാണ്. വടക്ക് ആദ്യമേ അഴീക്കൽ പടിഞ്ഞാറ് 65 നോട്ടിക്കൽ മൈൽസ് പടിഞ്ഞാറ് കണ്ട ഈ സംഭവം ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്ന ഏതാണ്ട് പൊന്നാനി പടിഞ്ഞാറ് വരെ എത്തി. ഏതാണ്ട് 1 കിലോമീറ്ററിൽ 1 മണിക്കൂറിൽ ഏതാണ്ട് 1 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ അത് ഡ്രിഫ്റ്റ് അതിങ്ങനെ അത്യാവശ്യം അതിനെ പിടിച്ചെടുത്ത് കെട്ടിയില്ലെങ്കിൽ ഇത് വീണ്ടും തെക്കോട്ട് സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാണ് അത് മൂവ് ചെയ്ത് ചിലപ്പോൾ കൊച്ചി വരെയൊക്കെ എത്താം. 65-75 നാട്ടിക്കൽ മൈൽസേ ഉള്ളൂ. അതിനാണ് അവർ ഇന്ന് ഇപ്പോൾ ഹെലികോപ്റ്റർ വഴി ആളിറങ്ങി അത് പിടിച്ച് ടഗിൽ നിർത്തി ഇനി അത് ഉടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത്തരം ശ്രമങ്ങളെല്ലാം അവിടെ എത്തുന്നു. പിന്നെ ഹസാഡസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാരിടൈം ട്രേഡിൽ പെർമിസിബിൾ ആണ്. അതിന് കോഡുകളുണ്ട്. അതായത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി പെടുത്തി ഓരോന്നിനെയും തരംതിരിച്ച് കോഡ് കൊടുത്ത് കണ്ടെയ്നറിൽ അത് കൃത്യമായ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പാക്ക് ചെയ്ത് അകത്ത് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. അല്ലെങ്കിൽ കടലിൽ കൂടി ഇത് ക്യാരി ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിലേ ക്യാരി ചെയ്യും. ഇതെല്ലാം പലതരം വ്യവസായങ്ങൾക്ക്, ലോകത്തിൽ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ കൺസേൺ എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെന്റ് ആയാലും മാരിടൈം ബോർഡ്, കൊച്ചു തുറമുഖങ്ങളുടെ മാനേജ്മെന്റ് നടത്തുന്ന മാരിടൈം ബോർഡായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ പുറത്തു വീണ കണ്ടെയ്നറുകൾ, ഈ കപ്പലിൽ നിന്ന് പുറത്ത് കിടന്ന കണ്ടെയ്നറുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് അതിലടങ്ങിയിരിക്കുന്ന ഹസാഡസ് ആയിട്ടുള്ളതോ 143ഓളം കണ്ടെയ്നേഴ്സിൽ ഹസാഡസ് ആയിട്ടുള്ള സാധനമുണ്ട്. 1754 കണ്ടെയ്നേഴ്സ് ഉള്ളതിൽ. അപ്പൊ ആ പറയുന്ന വീണതിൽ ഹസാഡസ് ആയിട്ടുള്ള സാധനം ഉണ്ടോ, അത് കരയ്ക്ക് അടിയുമെങ്കിൽ എവിടെ അടിയാൻ സാധ്യത? ഇന്ത്യയിലെ വിവിധ ഏജൻസികൾ, ഇൻകോയിസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വാണിംഗ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ 3 ദിവസം കൊണ്ടൊക്കെ അത് കൊച്ചിക്ക് ആലപ്പുഴ എത്താം. അപ്പൊ നമ്മൾ തീരപ്രദേശം അതിനുവേണ്ടി സജ്ജമാണ്, പോർട്ട് സജ്ജമാണ്, കോസ്റ്റൽ പോലീസ് സജ്ജമാണ്, ദുരന്ത നിവാരണ സേന സർവേലൻസ് നടത്തുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? സത്യത്തിൽ ഇതെല്ലാം ചെയ്യേണ്ട കാര്യം, ഉത്തരവാദിത്വം ആരാന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ല. അതെല്ലാവരും മനസ്സിലാക്കുക. അതിന്റെ ആരും സാൽവേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ സാൽവേജേഴ്സ് അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും എടുക്കണം. പക്ഷെ കേരളത്തിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി എല്ലാ തരത്തിലുള്ള
ഈ പൊല്യൂഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ എടുക്കുക. ആളുകളെ 200 മീറ്റർ, നേരത്തെ നിങ്ങൾ കപ്പൽ മുങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്, 200 മീറ്ററിനടുത്തേക്ക് പോലും ജനങ്ങൾ എത്തരുത്, ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ കണ്ടെയ്നർ കണ്ടാൽ പോകരുത്. ഇപ്പൊ പോർട്ട് എന്താ ചെയ്യുക, പോർട്ടിൽ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന 55ഓളം കണ്ടെയ്നർ ഞങ്ങളുടെ മാരിടൈം ബോർഡിന്റെ കീഴിലുള്ള കൊല്ലം പോർട്ടിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. 5ഓ 6ഓ കണ്ടെയ്നർ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഈ പറയുന്ന കപ്പലിൽ നിന്ന് എത്തിയാൽ അതിനെ നേരിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വ്യക്തമായ ഒരു ചോദ്യം കൂടെ, അങ്ങ് 8 മണി വരെയല്ലേ ഉള്ളൂ, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കണം. ഇനിയിപ്പോ ഈ അന്വേഷണം ഏത് തരത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടത്? അതാണ് അതായത് ഈ രാജ്യത്തെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നത് കേന്ദ്ര പാർലമെന്റ് പാസാക്കിയ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് അനുസരിച്ചാണ്. ആ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിൽ ഇതിൽ ഏറ്റവും കോമ്പറ്റന്റ് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും അദ്ദേഹത്തിന്റെ ഇതര ഓഫീസുകളുമാണ്. അവർക്കാണ് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള മാൻഡേറ്റ് കൊടുത്തിരിക്കുക. ഈ കടലിൽ നടക്കുന്ന അപകടങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ചുമതല അവർക്കാണ്. അവർക്ക് നോട്ടിക്കൽ അഡ്വൈസറും തുടങ്ങിയ ടെക്നിക്കലായിട്ടുള്ള കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ ആ അന്വേഷണം, ഈ എൽസയുടെ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുക. അവർ റിപ്പോർട്ട് കൊണ്ടുവരും. ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കാണാം അതിലേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഹ്യൂമൻ എറർ ഉണ്ടോ, അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ അപാകതകളോ വന്നിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അവർ ആ റിപ്പോർട്ട് കൊണ്ടുവന്നേ പറ്റൂ. അതാണ് അവരുടെ ചുമതല. ആ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ ആ റിപ്പോർട്ടിന്റെ വരാൻ പോകുന്ന വരികൾക്കിടയിലെ കഥകളോ അല്ല, ഇപ്പൊ എങ്ങനെ നമ്മളെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാം, ആഘാതം കുറയ്ക്കാം, അപകടം കുറയ്ക്കാം, ആ തരത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും PI ക്ലബും സാൽവേജേഴ്സും എല്ലാവരും കൂടി എടുക്കുന്ന എല്ലാ നടപടികൾക്കും കരയ്ക്കുന്നത് നമ്മുടെ സേനകളും നമ്മുടെ മറ്റ് ഇതര ഗവൺമെന്റ് ഏജൻസികളും പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് ഇതിന്റെ ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ ഇനിയിപ്പോൾ ഈ കപ്പലിൽ ഹസാഡസ് ഉണ്ടായതുകൊണ്ട് നാളെ കപ്പൽ കഴുകി ഹസാഡസ് പോകാതിരിക്കാൻ പോവാണോ? ഇന്റർനാഷണൽ ഷിപ്പിംഗ് ചാനൽ വഴി ഇനിയും കണ്ടെയ്നറുകളെതിരെ പോകാം. അതുകൊണ്ട് നമുക്കതൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അപകടങ്ങൾ കപ്പൽ കമ്പനികളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ, അത് കൈകാര്യം ചെയ്യുന്നതിൽ, കെട്ടുന്നതിൽ, അടുക്കുന്നതിൽ, ലാച്ച് ചെയ്യാന്നൊക്കെ പറയും, അത് DG ഷിപ്പിംഗിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരേണ്ട കാര്യമാണ്. പുറത്തു വന്ന് അതിനകത്ത് ക്രിമിനൽ ഒഫൻസ് വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി അവർക്കെതിരെ നീങ്ങാൻ ഗവൺമെന്റ് ഏജൻസികൾക്ക് അതിനുള്ള അധികാരമുണ്ട്. നിലവിലെ പരിക്കേറ്റവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ശ്രീ NS പിള്ള? അതായത് 22 പേരിൽ 18 പേരാണ് അവിടെ റെസ്ക്യൂ ചെയ്ത് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോയത്. അതിൽ 16 പേരും സുരക്ഷിതരാണ്. അവരിപ്പോൾ ഹോട്ടലിലാണ് താമസിക്കുന്നത്. 2 പേര് അത്യാവശ്യം ഹോസ്പിറ്റലാണ്. അവരുടെ നില അല്പം സീരിയസ് ആണ്. എന്നാലും വളരെ വലിയൊരു അപകട നില ഉണ്ടെന്ന് ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നില്ല. ഈ 18 പേര് കഴിഞ്ഞിട്ട് ബാക്കി 4 പേരാണ് ക്രൂ. അവരാണ് മിസ്സിംഗ്. അവർ ഈ കപ്പലിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടോ അതോ ഇല്ലയോ, അപകടത്തിൽ പെട്ടിട്ടുണ്ടോ, അതൊക്കെ ഇപ്പൊ കപ്പലിൽ ആളുകൾ ഇറങ്ങിയുള്ള ന്യൂസ് കേൾക്കുന്നു, കൺഫേംഡ് അല്ല. കോസ്റ്റ് ഗാർഡിന്റെ സാൽവേജിയസിന്റെ ഒക്കെ ആളുകൾ അതിനകത്ത് ഹെലികോപ്റ്റർ വഴി അകത്ത് ചെല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതാ ഞാൻ പറയുന്നത്, അവർ തീവ്ര പരിശ്രമം നടത്തുകയാണ്. നമ്മളത് ക്ലോസ്ലി വാച്ച് ചെയ്യുകയാണ്. എല്ലാ മനുഷ്യ സാധ്യമായ കാര്യങ്ങളും ഈ ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പ്രാർത്ഥിക്കാം, അത് എത്രയും പെട്ടെന്ന് ഔത്തുങ്ങളെ ജീവൻ വരട്ടെ, രക്ഷപ്പെടട്ടെ. ഇത് വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാവാതെ ഈ കപ്പലിനെ കെട്ടി ഉൾക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോയി ആഘാതം കുറയ്ക്കാൻ നമുക്ക് കഴിയട്ടെ.